തുടർഭരണമാണ് സർക്കാരിന്റെ രണ്ടാം ഘട്ടവും ടേമും കഴിയാൻ പോവുകയാണ്. ഇക്കാലയളവിൽ CPI എന്നുള്ള ഘടകകക്ഷിയെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്ന് പല വിഷയങ്ങൾ UAPA ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിൽ ഈ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ CPM-നൊപ്പം CPI ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമ്പോൾ പോലും CPI അവരുടെ ആശയപരമായിട്ടുള്ളൊരു നിലപാട് പറയുമ്പോൾ അതിൽ നിന്ന് അവർക്കൊരു സമവായം അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അക്ഷയ, CPI മുറിവേറ്റവരാണ്, CPI വ്രണിത ഹൃദയരാണ്. കാരണമുണ്ട്. ഈ വിഷയം ഒരു ഉഭയകക്ഷി ചർച്ചയോ മന്ത്രിസഭയിലെ ചർച്ചയോ മുന്നണിയിലെ ചർച്ചയോ കൂടാതെ ആരെയും അറിയിക്കാതെ, ബിനോയ് വിശ്വത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക എന്നുള്ളത് CPIക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കടുത്ത ആഘാതമാണ്. അപ്പോൾ പൊതുസമൂഹത്തെയും അണികളെയും തൃപ്തിപ്പെടുത്തണം എങ്കിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചേ പറ്റൂ. അത് CPIയെ സംബന്ധിച്ച് അവരുടെ അസ്തിത്വത്തിന്റെ തന്നെ അവരുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സമവായ നീക്കങ്ങൾക്ക് CPI വഴങ്ങാത്തത്. അതിനർത്ഥം സമവായ നീക്കങ്ങൾ ഇതിനോടുകൂടി അവസാനിച്ചു എന്നുള്ളതല്ല. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് വന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആദ്യത്തെ മിഷനായി തന്നെ CPIയെ കണ്ടു, CPI നേതാക്കളെ കണ്ടു, ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അതിനുശേഷം സമവായമാവുന്നില്ല, അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് CPI തീരുമാനിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ CPIയെ സംബന്ധിച്ച് ഉറപ്പുവേണ്ടതുണ്ട്. ഇപ്പോൾ പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത് ഒന്ന്, PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നുള്ളതാണ് CPIയുടെ ആവശ്യമെങ്കിലും അത് അസാധ്യമാണ്. കാരണം ധാരണാപത്രം ഒപ്പിട്ടാൽ പിന്നീട് വളരെ കൃത്യമായി ആ ധാരണാപത്രത്തിലെ ക്ലോസിൽ പറയുന്നുണ്ട് അത് റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനല്ല, കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനോ മാത്രമാണ്. അതുകൊണ്ട് ധാരണാപത്രം മരവിപ്പിക്കുക അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ച് സാധ്യമായ കാര്യമേ അല്ല. പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ വൈകിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് PM ശ്രീ പദ്ധതിയിൽ വികസിപ്പിക്കേണ്ട സ്കൂളുകളുടെ ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളാണ്, ഈ സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറുന്നത് വൈകിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ മെല്ലെപ്പോക്ക് നടത്തുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം. അത്തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് പോയേക്കാം എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. CPI പക്ഷേ CPIയെ സംബന്ധിച്ച് CPIയുടെ അസ്തിത്വത്തിന്റെ ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. അവരുടെ അണികളെ, അവരെ വിശ്വസിക്കുന്ന ആളുകളെ, പൊതുസമൂഹത്തെ ഒക്കെ ബോധിപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും CPIക്ക് ഈ നിലപാട് എടുത്തേ പറ്റുകയുള്ളൂ. ഇതിനർത്ഥം LDF ഛിന്ന ഭിന്നമായി പോകുന്നു എന്നൊന്നുമല്ല. LDF-ന് പുറത്തേക്കാണ് CPI എന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കാര്യങ്ങളില്ല. ഇന്ന് തന്നെ CPM-ഉം CPI-യും ഒരുമിച്ചാണ് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം നടത്തുന്നത്. 2 പാർട്ടികളും ഒരുമിച്ചാണ് താനും. പുന്നപ്രയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ അവിടെ ഏറ്റുവാങ്ങുന്നത് CPI, അതായത് G സുധാകരൻ കൊളുത്തിയ ദീപശിഖ ഏറ്റുവാങ്ങുന്നത് CPIയുടെ പ്രതിനിധിയാണ്. ആ തരത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് LDF-നെ ഛിന്ന ഭിന്നമാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ CPI അവർ വെച്ച ചുവട് പിന്നോട്ട് വെക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വെക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ ഉറപ്പുകൾ ആവശ്യമുണ്ട്. അവരുടെ തന്നെ അണികളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റ ആഘാതത്തിന്, മുറിവിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ LDF-ന് ഇടതുമുന്നണി ഏതെങ്കിലും തരത്തിൽ ചിഹ്ന ഭിന്നമാക്കുമെന്നുള്ള ആ തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, ആ ഒരു അന്തരീക്ഷം കൂടിയാണ്. അവിടെ ഇപ്പോൾ എന്തിനാണ് നാളേക്ക് ഇത് നീട്ടിവെക്കുന്നതനുസരിച്ച് കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയായിരിക്കില്ലേ? എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരു പ്രശ്ന പരിഹാരത്തിന് പെട്ടെന്ന് കൂടെ നിർത്താൻ CPI കൂടെ നിർത്താൻ ഒരു തീരുമാനത്തിലേക്ക് CPM എത്താത്തതെന്നുള്ളതാണ് ഇതിൽ CPIM-ന് എടുക്കാൻ കഴിയുന്ന തീരുമാനം. CPIM എന്ന പാർട്ടി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന വിഷയമുണ്ട്. CPIM-ന്റെ കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ അറിഞ്ഞല്ല ഈ ഒപ്പിടിയിൽ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിൽ ഉണ്ടായ ധാരണയനുസരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. ഈ ധാരണാപത്രം ഒപ്പിടുന്നത് CPIM സെക്രട്ടേറിയറ്റോ CPIM-ന്റെ കേന്ദ്ര സമിതികളോ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നയപരമായ തീരുമാനം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. ഇതൊരു ഭരണപരമായ തീരുമാനം എന്ന നിലയ്ക്കാണ് സർക്കാർ ഇതിനെ കണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ CPIM തന്നെയും ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരണാപത്രം റദ്ദാക്കൽ, അതാണ് CPI ആവശ്യപ്പെടുന്നത്. ധാരണാപത്രം റദ്ദാക്കൽ എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്നിരിക്കെ ഇനി CPIയെ ബോധിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.